നോക്കി നടക്കണം. കല്ലോ പുല്ലോ കാണും കാലോട്ടല്. ചെറുക്കനും പെണ്ണും എങ്ങോട്ടാ? മുന്നോട്ട്. ഏഷ്യൻ ടീം അമ്മിണ്ടാ നിൽക്കണ്ട. ഷോ ഇതെന്തൊരു ചെറുക്കനാ ഇത്. ഈ കലിപ്പനോടൊക്കെ ഈ പെണ്ണ് എങ്ങനെ ജീവിക്കും? അവൻ കൊച്ചിലേ ഇങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനാ. ആ കൊച്ചിന്റെ കാര്യം എന്താവോ എന്തോ. പുതുമോടി ആയതുകൊണ്ടാ ഇങ്ങനെ. ഒരാഴ്ച കഴിയുമ്പോ അവന്റെ നിടിയും മേടിച്ച് അവൾ അവിടെ വീട്ടിൽ പോകും. പാവം പെണ്ണ്. ആ സൈക്കോടെ കൈ നിടി മേടിച്ചോണ്ട് ചാകാനായിരിക്കും അതിന്റെ വിധി. എന്താ കല്ലിൽ തട്ടി. ഞാൻ പറഞ്ഞല്ലേ നോക്കി നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. നോക്കി നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അയ്യോ 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 എന്നെ കൊല്ലല്ലേ. അയ്യോ എന്റെ വാവച്ചിയുടെ കാലെ തട്ടൂടാ. എന്റെ വാവച്ചിയുടെ കാലെ തട്ടൂടാ. വാവ് പിടിക്കലേ വാവ് പിടിക്കലേ. പോരാ പോരാ. ആ പറയടി മോളെ. ചേട്ടന് മാമനോട് പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് വരണം. എന്തോ പറ്റിയടാ? എന്റെ ശബ്ദം എന്താ വല്ലായിരിക്കുന്നേ? നിങ്ങൾ എല്ലാരും കൂടെ ഒരു വയ്യാത്ത മനുഷ്യനാണ് എന്റെ തലയെ കെട്ടിവെച്ചത്. അയ്യോ അളിയനെന്താ കുഴപ്പം? ചേട്ടൻ ഇങ്ങോട്ട് വാ. ആ മാമനെയും കൂടെ വിളിച്ചോ. മാമനല്ലേ ഈ ആലോചന കൊണ്ടുവന്നത്. ആ നീ വിഷമിക്കാതെ, ഞാൻ മാമനെ കൂട്ടി ഇപ്പൊ വരാം. ആ ശരി. നമുക്ക് പോവാം വാവച്ചി. എന്താടി മോളെ നീ താഴെ ഇരുന്ന് കഴിക്കുന്നത്? ഇവിടെ ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ലേ? അത് ഞാൻ പറഞ്ഞോ നീ താഴെ ഇരുന്ന് കഴിച്ചാൽ മതി. അയ്യോ അതല്ല, ഇവിടുത്തെ ഡൈനിങ് ടേബിളിന്റെ കാലിൽ എന്റെ കാല് ചെറുതായിട്ടൊന്ന് തട്ടി. അതിന് തറയിലിരുന്ന് കഴിക്കുന്നത് എന്തിനാ? എന്റെ കാല് തട്ടി ദേഷ്യത്തിൽ ചേട്ടൻ ടേബിളിന്റെ കാലെല്ലാം തല്ലി ഓടിച്ച്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് തറയിലിരുന്നാ കഴിക്കുന്നത്. ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാ. ഇന്നലെ ഞാനൊരു പാറ്റയെ കണ്ട് പേടിച്ചതിന് ആ പാറ്റ എന്താ ചെയ്തെന്നറിയോ? ആ പാറ്റയെ പിടിച്ച് ഫെവിക്വിക്ക് വെച്ച് ടിവിയിൽ ഒട്ടിച്ചു വെച്ച് എന്നിട്ട് ആകാശങ്ങ് സിനിമ ഇട്ട് കൊടുത്ത്. അതെന്തിനി? പാറ്റയെ പേടിപ്പിക്കാൻ. ഓ മൈ ഗോഡ്, സർട്ടിഫൈഡ് സൈക്കോ. ഒരു ദിവസം എനിക്ക് തലവേദന എടുത്തതിന് മരം മുറിക്കുന്ന വാളും എടുത്തോണ്ട് വന്ന്. തലവേദന എടുക്കുന്നതിന് മരം മുറിക്കുന്ന വാളെന്തിനാ? ചേട്ടന്റെ വേദനയില്ലാത്ത തല എനിക്ക് വെച്ചിട്ട് എന്റെ വേദനയുള്ള തല ചേട്ടന് വെക്കാന്. നാട്ടുകാർ ഓടിക്കൂടിയില്ലായിരുന്നെങ്കിൽ 2 തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ. എന്നിട്ട് ആ തലയും വെച്ചോണ്ട് അവൻ എങ്ങോട്ട് പോയി? വെളിയിലെങ്ങാണ്ട് നിപ്പുണ്ട്. ഇങ്ങോട്ട് കുനി. നിങ്ങൾ അങ്ങേരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്കൊന്നും പറയല്ലേ. ദോണ്ട നിക്കുന്നു. മാമ അയ്യോ മക്കളെന്തിനാ കഴിക്കെന്താ പറ്റി? വാവച്ചി പറഞ്ഞില്ലേ. രാത്രി കടന്നപ്പം ചേട്ടന്റെ ഇടത്തെ കൈ അറിയാതെ എന്റെ താടിക്ക് തട്ടി. വാവച്ചിക്ക് നൊന്തോ എനിക്ക് സഹിക്കത്തില്ല മാമ. ഞാൻ വലത്തേക്കൊക്കെ എന്റെ ഇടത്തേക്ക് തല്ലിയും കുടിച്ചു. അളിയൻ എന്താ വയ്യേ? സ്വന്തം കൈ ആരെങ്കിലും തല്ലി പിടിക്കൂ? എന്റെ വാവച്ചിയെ തൊട്ടാ അത് ഏത് പൊന്നുതമ്പുരാന്റെ കൈയാടലും ഞാൻ തല്ലി പിടിക്കും. അളിയന്റെ ചുണ്ടും വീങ്ങിയിരിക്കുന്നല്ലോ, ഇതാരെ കടിച്ചു പറിച്ചേ? അളിയൻ തന്നെ ആയിരിക്കും ഇല്ലേ? മനസ്സിലായി ഈ പിള്ളേരുടെ കാര്യം. അയ്യോ മാമ അതൊന്നും അല്ല, എന്റെ കാലിലൊരു കട്ടുറുമ്പ് അടിച്ചായിരുന്നു. അതിന് ഞാൻ വിടുവോ? അളിയൻ കട്ടറുമ്പിനെ പിടിച്ച് തിരിച്ചടിച്ചോ? അതെന്റെ കടമയല്ലേ എളിയ. അവൻ പോയ പോക്ക് എനിക്കൊരു ഫ്രഞ്ച് അടിച്ചിട്ടാ പോയെ. കുഴപ്പമില്ല, അവന്റെ പ്ലേഹ പൊട്ടിച്ചാ ഞാൻ വിട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചിന്റെ ജീവിതം സുരക്ഷിതമായ കരങ്ങളിൽ